ഇന്നിപ്പോൾ ഈ ഒരു പ്രസ് മീറ്റ് വിളിക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഓൾ കേരള ആന്റി കറപ്ഷൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ 18ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായിട്ടാണ്. ഈ സംഘടനയെ പറ്റി ഒരു ചെറിയ വാക്ക് വിശദീകരിച്ചാല് 2006 ജസ്റ്റിസ് കൃഷ്ണയ്യര് പദദീപം കൊളുത്തി ഉദ്ഘാടനം നടത്തി. ഐസക് വർഗീസ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഐസക് വർഗീസ് ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘടന രൂപമുള്ളത്. നിരവധി അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ പ്രസ്തുത ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മലബാർ സിമന്റിന്റെ അഴിമതി കേസ്, പിന്നെ എന്താണ് പറയുക, സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം, അതേപോലെ ആനക്കൊമ്പ്, മോഹൻലാലിന്റെ ഒരു ആനക്കൊമ്പ് വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാതെ തോന്നുന്നു. ആനക്കൊമ്പ് വിഷയം, അതുപോലെ നിരവധി വിഷയങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് ജില്ലയുടെ ആണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പോക്സോ കേസ് ഉണ്ടായിരുന്നു. JDTയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വിഷയമായിരുന്നു. അത് ഞങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ എത്തിച്ചത്. രാവിലെ തൊട്ട് രാത്രി 9 മണി വരെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ നടത്തിയതായിരുന്നു. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ പിന്നെ ഒരു പീഡന കേസ്, തിരൂരുള്ള ഒരു പീഡന വിഷയം, അതേപോലെ ഒരു ജപ്തി, KDC ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒരു ജപ്തി നേരിടുന്ന ഒരു ലേഡി ഞങ്ങളടുത്ത് വന്നിട്ട് ഞാൻ അവിടെ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ ലേഡിക്ക് ഞങ്ങൾ പിന്നെ ബാങ്കുമായിട്ട് സംസാരിച്ചു. അവർക്ക് അതിന്റെ നീതി നടപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ പരക്കലി നഴ്സറി വിഷയങ്ങൾ ഇതിൽ ചില ആളുകൾക്ക് അറിയാമെന്ന് തോന്നുന്നു, പലരും അറിയാവുന്നൊരു വിഷയമായിരുന്നു. അംഗനവാടിയും സ്കൂളും തമ്മിലൊരു വിഷയം ഉണ്ടായിരുന്നു. അതിലും ഞങ്ങൾ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതൊക്കെ സമാധാനപരമായിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റിയിട്ടുണ്ട്, നീതി നടപ്പാക്കി കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഉദ്ഘാടനം പിന്നെ നമ്മുടെ കൺവെൻഷൻ നടക്കുന്നത് നളന്ദ ഓഡിറ്റോറിയത്തിലാണ്. അതിന്റെ ഉദ്ഘാടനം നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ജുഡീഷ്യൽ മെമ്പറും ചെയർമാനുമായ ശ്രീ ബജന സാറാണ്. പിന്നെ വിജിലൻസ് DYSP സുനിൽ സാറിന്റെ മുഖ്യ പ്രഭാഷണം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മുതിർന്ന പൗരന്മാരെ ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങ് നടത്തുന്നുണ്ട്. അതിൽ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകനും പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ സോഷ്യോ വാസു ശ്രീ അദ്ദേഹത്തെയാണ് ഞങ്ങള്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഈ രണ്ടുപേരെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്.